ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മഞ്ജു പത്രം എടുത്തു നോക്കുകയാണ്. അതിൽ ചന്ദ്രയെ അറസ്റ്റ് ചെയ്തതിൻ്റെ വാർത്ത വന്നിട്ടുണ്ട്. അത് കണ്ട് മഞ്ജു ആകെ ഷോക്കാവുകയാണ്. ആ വാർത്ത രുക്കുവിനെ കാണിക്കാനായി രുക്കു എന്ന് വിളിച്ചുകൊണ്ട് മഞ്ജു അങ്ങനെ പോവുകയാണ്. രുക്കു അപ്പോഴത്തേക്കും മഞ്ജുവിൻ്റെ വിളി കേട്ട് പുറത്തേക്ക് വരികയാണ്. രുക്കു എന്നിട്ട് എന്താ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഇത് നോക്കിക്കേ, ചന്ദ്രേച്ചിയുടെ അറസ്റ്റ് പത്രവാർത്തയായിട്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതങ്ങനെ മഞ്ജു രുക്കുവിനെ കാണിച്ചു കൊടുക്കുകയാണ്. രുക്കും ആ പത്രവാർത്ത കണ്ട് ആകെ ഞെട്ടിത്തരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അർച്ചന വരുന്നത്. അർച്ചന എന്നിട്ട് മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താ മഞ്ജു ഇവിടെ പ്രശ്നമെന്ന് ചോദിക്കുകയാണ്. മഞ്ജു അപ്പൊ പറയുന്നുണ്ട്, ചന്ദ്രേച്ചിയെ അറസ്റ്റ് ചെയ്തതിന്റെ വാർത്ത പത്രത്തിൽ വന്നിട്ടുണ്ട്, നോക്കുമായിരുന്നു ചേച്ചി. രുക്കു, ഇതിപ്പോ നാട് മൊത്തം അറിഞ്ഞല്ലോ, ഇത് വലിയൊരു നാണക്കേടായി. ഇനി ചന്ദ്രകാന്തൻകാരെ എങ്ങനെ തലപൊക്കി നടക്കും? എന്നാലും ഇത്ര പെട്ടെന്ന് ആരായിരിക്കും ഈ പത്രവാർത്ത കൊടുത്തത് എന്ന് മഞ്ജു അങ്ങനെ ചോദിക്കുകയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, ന്യൂസ് ഉണ്ടാക്കലാണല്ലോ പത്രക്കാരുടെ ജോലി, അങ്ങനെയുള്ള കേസുകൾ പത്രക്കാര് പത്രത്തിൽ കൊടുക്കാതിരിക്കില്ലല്ലോ എന്നങ്ങനെ അർച്ചന പറയുമ്പോൾ ഇത് കേട്ട് രുക്കുവിന് ദേഷ്യം വരികയാണ്. രുക്കു അപ്പ പറയുന്നുണ്ട്, വാർത്ത കൊടുക്കാൻ പത്രക്കാർക്ക് എന്താണ് ഇത്ര താല്പര്യം? മറ്റുള്ളവർക്കാണ് ഇതിൽ താല്പര്യമെന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് തന്നെ വാർത്തയായി വന്നതെന്ന് രുക്കു അങ്ങനെ പറയുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, നീ ആരെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന്. രുക്കു അപ്പം മുഖത്തടിച്ചതുപോലെ പറയുന്നുണ്ട്, ചേച്ചിയെ ഉദ്ദേശിച്ച് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. വാർത്ത കൊടുക്കാൻ മറ്റാരേക്കാളും താല്പര്യം ചേച്ചിക്ക് തന്നെയല്ലേ? കുടുംബത്തെ അപമാനിക്കാൻ ചേച്ചിക്കുള്ള അത്രയും താല്പര്യം ഈ നാട്ടിൽ വേറെ ആർക്കും ഉണ്ടാവില്ലല്ലോ എന്നങ്ങനെ രുക്കു പറയുന്ന സമയത്ത് അർച്ചന പറയുന്നുണ്ട്, രുക്കു നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുതെന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജോഗ്യം കഴിഞ്ഞ് അച്ചു വരുന്നുണ്ട്. അച്ചു എന്നിട്ട് ചോദിക്കുന്നുണ്ട്, രാവിലെ തന്നെ 3 വഴക്ക് തുടങ്ങിയെന്ന് ചോദിക്കുകയാണ്. മഞ്ജു അപ്പ പറയുന്നുണ്ട്, ചന്ദ്രേച്ചിയെ അറസ്റ്റ് ചെയ്തത് പത്രവാർത്ത വന്നിട്ടുണ്ട്, അവൾ അതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു എന്ന് പറയാണ്. രുക്കു അപ്പൊ തന്നെ ആ പത്രം എടുത്ത് അച്ചുവിന് കൊടുക്കുകയാണ്. അച്ചു അത് നോക്കുന്നുണ്ട്. ഓ, ഇതാണോ കാര്യം? ഇതെല്ലാം സ്വാഭാവികമല്ലേ? കുറ്റവാളികൾ കുറ്റം ചെയ്ത് പിടിയിലായാൽ അത് പത്രത്തിൽ വരും. അങ്ങനെയുള്ള വാർത്ത വരേണ്ടത് പോലീസിന്റെ കൂടി ആവശ്യമാണല്ലോ, എന്നാലല്ലേ നാട്ടിൽ പോലീസുകാര് ആക്റ്റീവ് ആണെന്ന് ജനങ്ങൾ അറിയൂ എന്നങ്ങനെ അച്ചു പറയുമ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട്, അപ്പൊ പിന്നെ ഈ വാർത്ത കൊടുത്തത് ചേച്ചിയാണോ അതോ പോലീസാണോ എന്ന് ചോദിക്കുകയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട്, നിങ്ങൾ ചേച്ചിയും അനിയനും അല്ലാതെ ഈ വാർത്ത വേറെ ആരും കൊടുക്കില്ല എന്നും പറഞ്ഞ് രുക്കു അങ്ങനെ ദേഷ്യപ്പെട്ട് അകത്തേക്ക് പോവുകയാണ്. മഞ്ജു അപ്പോ അച്ചുവിനോട് പറയുന്നുണ്ട്, എന്നാലും എന്റെ അച്ചു, പത്രക്കാർക്ക് ഈ വാർത്ത ആരാണ് ചോർത്തി കൊടുത്തത് എന്നങ്ങനെ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, വാർത്ത വിജയശങ്കറിന്റെ ഭാര്യക്കെതിരെയല്ലേ, അപ്പോൾ അയാളുടെ വിരോധികൾ ആരെങ്കിലും ആയിരിക്കും വാർത്ത കൊടുത്തതെന്ന് പറഞ്ഞ് അർച്ചന അങ്ങനെ അകത്തേക്ക് പോവുകയാണ്. മഞ്ജു അപ്പോൾ അച്ചുവിനോട് എന്നാലും അത് ആരായിരിക്കും അല്ലേ അച്ചു എന്ന് ചോദിച്ച് അകത്തേക്ക് പോവാനായി നിൽക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ഏട്ടത്തി ഒന്ന് അവിടെ നിന്നേ, ഏട്ടത്തി ഇപ്പോൾ പഴയതുപോലെ ചന്ദ്രേച്ചിയുമായി ഫോൺ കോളൊന്നും ചെയ്യാറില്ലേ? ഞാൻ ചോദിച്ചത് ഏട്ടത്തി കേട്ടില്ലേ? ഇപ്പൊ ചന്ദ്രേച്ചിയുമായിട്ട് കോണ്ടാക്ട് ഒന്നും ഇല്ലേ എന്ന് അച്ചു അങ്ങനെ ചോദിക്കുകയാണ്. മഞ്ജു അപ്പൊ ആകെ പേടിച്ചുകൊണ്ട് മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഇനിയിപ്പോ ആ മുക്കുവണ്ട കേസിൽ എന്നെ കൂടി കൊടുക്കാനാണോ ഇവൻ ഇതെല്ലാം ചോദിക്കുന്നത് എന്നങ്ങനെ ചിന്തിക്കുകയാണ്. മഞ്ജു തന്റെ പേടി പുറത്ത് കാണിക്കാതെ അച്ചുവിനോട് പറയുന്നുണ്ട്, അവരെന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കാറുണ്ടായിരുന്നു, ഇപ്പോ വിളിക്കാറില്ല, ഞാൻ അങ്ങോട്ടേക്കും വിളിക്കാറില്ല. അച്ചു കാര്യമെന്ന് അങ്ങനെ ചോദിക്കുകയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട്, ഏട്ടത്തി കള്ളം പറയാറുണ്ടോ? ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകാൻ നേരം ഇവിടെ വന്ന് യാത്ര ചോദിച്ച കാര്യം ഏട്ടത്തി എന്താണ് ഇവിടെ ചേച്ചിയോടും ഏട്ടന്മാരോടും പറയാതെ മറച്ചു വെച്ചത് എന്നങ്ങനെ അച്ചു ചോദിക്കുമ്പോൾ മഞ്ജു നിന്ന് പരിങ്ങുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അച്ചു ഞാനത് മറച്ചു വെച്ചിട്ടൊന്നുമില്ല, ഞാനിവിടെ പറഞ്ഞായിരുന്നു എന്നങ്ങനെ മഞ്ജു പറയുന്ന സമയത്ത് അച്ചു പറയുന്നുണ്ട്, ഏട്ടത്തി കള്ളം പറയല്ലേ, ഈ കള്ളം പറഞ്ഞാൽ നിങ്ങളെയും ഞാൻ പോലീസ് കസ്റ്റഡിയിലെടുക്കും. ഞാനിവിടെ വന്ന കാര്യം നിങ്ങളിവിടെ ആരോടും പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് നന്നായി അറിയാം. നിങ്ങൾ എൻ്റെ ഏട്ടൻ്റെ ഭാര്യ ആയതുകൊണ്ടും ഇവിടെ ജീവിക്കേണ്ടതായതുകൊണ്ടും മാത്രമാണ് ഞാനിത് ആരോടും പറയാത്തത്. ഇനിയും നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവണം, എനിക്ക് ചില കാര്യങ്ങൾ തെളിയിക്കാനുണ്ട് എന്നും പറഞ്ഞ് അച്ചു മഞ്ജുവിനൊരു മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് അകത്തേക്ക് പോവുകയാണ്. മഞ്ജു ആണെങ്കിൽ ആകെ പേടിച്ചുകൊണ്ട് മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അച്ചു നീ എൻ്റെ കള്ളങ്ങളെല്ലാം കണ്ടുപിടിക്കും, അവൻ പോലീസായത് എന്റെ കഷ്ടകാലത്തിനാണല്ലോ ദൈവമേ എന്ന് പേടിച്ച് അങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ്. പിന്നീട് രാവിലെ തന്നെ ജെക്ക് അങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ചന്ദ്രയുടെ ആ പത്രവാർത്ത കണ്ട് വേഗം തന്നെ ഫോൺ എടുത്ത് ജെക്ക് ആ പത്രവാർത്ത കൊടുത്ത ആളെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ വാർത്ത കൊടുത്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞതുപോലെ ചെയ്തതിന് താങ്ക്സ്, നിങ്ങൾ അന്വേഷണം നടത്തിയപ്പോഴും ആ വാർത്ത ശരിയായിരുന്നില്ലേ, എന്തായാലും ഒരിക്കൽ കൂടി നന്ദി എന്ന് പറഞ്ഞ് ജെക്ക് അങ്ങനെ ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സുമിത്ര
സുമിത്രാമ്മ ജെ.കെക്ക് ചായയുമായി വരികയാണ്. സുമിത്രാമ്മ എന്നിട്ട് ജെ.കെയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ വാർത്തകളൊക്കെ കൊടുത്തിട്ട് വെറുതെ ശത്രുത പിടിച്ചു പറ്റുന്നത് എന്നങ്ങനെ ചോദിക്കുമ്പോൾ ജെ.കെ പറയുന്നുണ്ട്, ഈ അറസ്റ്റ് ഒരു വാർത്തയാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. ഇത്രമാത്രം അർച്ചനയെയും കുടുംബത്തെയും ആ സ്ത്രീയും വിജയ് ശങ്കറും കൂടി വിഷമിപ്പിച്ചിട്ടുണ്ട്. ഇവര് രണ്ടു കുടുംബക്കാരുടെയും കഥകൾ എനിക്ക് നല്ലോണം അറിയാം. എന്തായാലും അർച്ചന അനുഭവിച്ച മാനസിക പീഡനങ്ങൾക്ക് ഇതൊരു ആശ്വാസമായിക്കോട്ടെ എന്ന് ജെ.കെ അങ്ങനെ പറയുമ്പോൾ സുമിത്രാമ്മ വീണ്ടും പറയുന്നുണ്ട്, ഇതിപ്പോ അർച്ചനയ്ക്ക് വേണ്ടിയാണ് ചെയ്തതെങ്കിലും അവൾ ചിലപ്പോ ഇത് ആഗ്രഹിച്ചിട്ടേ ഉണ്ടാവില്ല. കാരണം മറ്റുള്ളവരെ കരിവാരി തേക്കുന്ന യാതൊന്നും അർച്ചന ചെയ്യില്ല. എന്തായാലും മുകുന്ദനെ ആ കേസിൽ നിന്ന് ഒഴിവാക്കിയ സ്ഥിതിക്ക് നീ വെറുതെ ഈ പത്രവാർത്ത കൊടുത്ത് വെറുതെ ശത്രുത പിടിച്ചു പറ്റണ്ടായിരുന്നു എന്നങ്ങനെ സുമിത്രാമ്മ പറയുമ്പോൾ ജെ.കെ പറയുന്നുണ്ട്, അമ്മേ ഈ പത്രവാർത്ത ഞാനാ കൊടുത്തതെന്ന് ആർക്കും അറിയില്ല. ഇനിയിപ്പോ അമ്മയായിട്ട് ആരോടും പറയണ്ട. ഈ പത്രവാർത്ത എന്തായാലും വിജയ് ശങ്കറിനും ചന്ദ്രയ്ക്കും കിട്ടിയ ഒരു അടി തന്നെയാണ് എന്ന് ജെ.കെ അങ്ങനെ പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പാപ്പച്ചൻ വരുന്നുണ്ട്. ജെ.കെ ആണെങ്കിൽ ചായ കുടിച്ച ഗ്ലാസ് പാപ്പച്ചന്റെ കയ്യിലേക്ക് കൊടുത്ത് റൂമിലേക്ക് പോകുന്നുണ്ട്. പാപ്പച്ചൻ എന്നിട്ട് സുമിത്രാമ്മയോട് പറയുന്നുണ്ട്, ജെ.കെ സാറിന്റെ കാര്യത്തിൽ എനിക്ക് ഇപ്പോഴാണ് സന്തോഷവും സമാധാനവും ഉണ്ടായത്. ടീച്ചർ ഇവിടെ വന്നതിന് ശേഷം ജെ.കെ സാറിന് നല്ല മാറ്റമുണ്ട്. പുകവലിയും മദ്യപാനവും കുറച്ചു കൂടുതലായിരുന്നു. അപ്പോ അതൊന്നുമില്ല, ടീച്ചറുടെ തല്ല് കിട്ടുമെന്ന് പേടിച്ചിട്ടായിരിക്കുമെന്ന് പാപ്പച്ചൻ അങ്ങനെ ചിരിച്ചുകൊണ്ട് പറയാണ്. സുമിത്രാമ്മ പറയുന്നുണ്ട്, അവൻ അങ്ങനെയൊന്നും പേടിക്കുന്ന കൂട്ടത്തിലല്ല പാപ്പച്ച. അവന് എന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന് തോന്നണമെങ്കിൽ അത് അവന് സ്വയം തോന്നണം. അവനെ ഒന്നിനും നിർബന്ധിക്കാനാവില്ല. കുട്ടിക്കാലം തൊട്ടേ അതാണ് അവന്റെ ശീലം. ഇപ്പം എന്തായാലും അവന് നല്ല സമയമല്ല. എന്തായാലും എൻ്റെ കുട്ടിയുടെ ജീവിതത്തിലെ ശനിദശ ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. അത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞ് സുമിത്രാമ്മയും അകത്തേക്ക് പോവുകയാണ്. അതിനുശേഷം ചന്ദ്രയാണെങ്കിൽ ഉറക്കം വന്നിട്ടും ഉറങ്ങാൻ കഴിയാതെ കൊതുകടി കൊണ്ട് ഉറങ്ങാൻ പറ്റാതെ അങ്ങനെ ലോക്കപ്പിൽ ഇരിക്കുകയാണ്. ഒറ്റയ്ക്ക് അങ്ങനെ ഓരോന്ന് പറഞ്ഞ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത് തന്നെ മറ്റൊരു സ്ത്രീ അങ്ങനെ കിടക്കുന്നുണ്ട്. ആ സ്ത്രീ എഴുന്നേറ്റുകൊണ്ട് ചന്ദ്രയോട് ദേഷ്യപ്പെടുകയാണ്, നീ എന്താടി കുറെ നേരമായല്ലോ പിച്ചുമ്പയും പറയുന്നു, എന്നെ നീ എന്താ ഉറങ്ങാൻ സമ്മതിക്കില്ലേ എന്ന് ചോദിക്കുകയാണ്. ചന്ദ്ര അപ്പൊ പറയുന്നുണ്ട്, ഡി നീ എന്താണ് എന്നെ വിളിച്ചത്? ഞാൻ ആരാണെന്ന് നിനക്കറിയോ? എന്നെ ഇന്നലെ രാത്രി ഇവിടെ കൊണ്ടുവന്ന് ഇട്ടതാണല്ലോ. വല്ല തട്ടിപ്പ് കേസിലെ പ്രതിയാണോ നീ എന്നങ്ങനെ ചന്ദ്ര ചോദിക്കുന്ന സമയത്ത് ആ സ്ത്രീ ചന്ദ്രയോട് തിരിച്ചു ചോദിക്കുകയാണ്, നീ ഏതാടി? നിന്നെ കണ്ടിട്ട് വലിയൊരു തട്ടിപ്പുകാരിയാണെന്ന് തോന്നുന്നുണ്ട്. ജനങ്ങളുടെ എത്ര കോടി രൂപയാണടി നീ തട്ടിയെടുത്തത് എന്ന് ആ സ്ത്രീ അങ്ങനെ ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ദേ അനാവശ്യം പറയരുത്. അനാവശ്യം പറഞ്ഞാൽ നീ വിവരം അറിയും. ഞാനൊരു വക്കീലിന്റെ ഭാര്യയാണെന്ന് ചന്ദ്ര അങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ലാസ്റ്റ് കയ്യാങ്കളിയിൽ എത്തുകയാണ്. അങ്ങനെ അവര് അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വനിതാ പോലീസ് വരികയാണ്. എന്നിട്ട് അവരെ ചീത്ത പറയുന്നുണ്ട്, ഡാഡി നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്? എടി നിനക്കെന്താ, നിന്റെ ഭർത്താവിന്റെ കയ്യും കാലും തല്ലിയൊടിച്ചിട്ട് മതിയായില്ലേ? അങ്ങോട്ടേക്ക് ഇറങ്ങി വാടി, നിന്നെ കൊണ്ട് 2-3 ഒപ്പിടിയിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ആ സ്ത്രീയെ വനിതാ പോലീസ് വിളിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നീട് ചന്ദ്രയെ കാണാനായി ആര്യ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. ചന്ദ്രയ്ക്ക് ആവശ്യമായ മേക്കപ്പ് ബോക്സും സാരിയൊക്കെ ആയിട്ടാണ് ആര്യ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. അവിടെ നിന്ന് ഒരു വനിതാ പോലീസിനെ കണ്ട് സംസാരിച്ച് ആര്യ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അമ്മയെ കാണണം. എൻ്റെ അമ്മ ചന്ദ്രലേഖയാണ്, അഡ്വക്കേറ്റ് വിജയ് ശങ്കറിന്റെ ഭാര്യ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ആ വനിതാ പോലീസ് പറയുന്നുണ്ട്, ആ എനിക്ക് മനസ്സിലായി, മോള് വായു എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ അടുത്തേക്ക് ആര്യയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ചന്ദ്രയെ ലോക്കപ്പിൽ അങ്ങനെ കാണുന്നതും ആര്യക്ക് വളരെ സങ്കടമാവുന്നുണ്ട്. ആര്യ എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് കാണേണ്ടി വന്നല്ലോ. മുകുന്ദനെ ലോക്കപ്പിലാക്കാൻ നോക്കിയിട്ട് ഇപ്പൊ അമ്മ ലോക്കപ്പിലായല്ലോ എന്ന് ആര്യ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഞാനൊന്ന് പുറത്ത് വരട്ടെ, എല്ലാത്തിനെയും ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഞാൻ പഴയ ചന്ദ്രലേഖ ആയിരിക്കില്ല എന്നങ്ങനെ ചന്ദ്ര പറയുമ്പോൾ ആര്യ ചോദിക്കുന്നുണ്ട്, അമ്മ രാവിലെ എന്തെങ്കിലും കഴിച്ചോ എന്ന്. ചന്ദ്ര അപ്പൊ പറയുന്നുണ്ട്, ഇല്ല. നീ വീട്ടിൽ നിന്നും ഒന്നും കൊണ്ടുവന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ആര്യ അപ്പൊ പറയുന്നുണ്ട്, ഇല്ല ഞാനൊന്നും കൊണ്ടുവന്നില്ല, ഒന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണ്ട എന്ന് അച്ഛൻ പറഞ്ഞു എന്നങ്ങനെ പറയാണ്. ചന്ദ്ര അപ്പൊ പറയുന്നുണ്ട്, ഓ നിന്റെ അച്ഛനിപ്പോ ഒന്നും അറിയണ്ടല്ലോ, എന്നെ അകത്താക്കി കിട്ടിയപ്പോ നിന്റെ അച്ഛനിപ്പോ സമാധാനമായി കാണും. ഇന്നലെ മജിസ്ട്രേറ്റിന് മുന്നിൽ വെച്ച് നിന്റെ അച്ഛന്റെ ശൗര്യം ഞാൻ കണ്ടതാണ്. അർച്ചനയുടെ മുന്നിൽ നിന്റെ അച്ഛൻ ഉത്തരമുട്ടി വിറച്ചു നിൽക്കുകയായിരുന്നു. നിന്റെ കാര്യത്തിനേക്കാൾ അർച്ചനയുടെ കാര്യത്തിലാണല്ലോ അയാൾക്ക് താല്പര്യം. ഇന്ന് പുറത്തു വരട്ടെ, വിജയ് ശങ്കറിനെ ഞാൻ നിലം തൊടിയിക്കില്ല, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോ ആര്യ പറയുന്നുണ്ട്, എന്നാലും അച്ഛൻ വിചാരിച്ചാലല്ലേ അമ്മയെ പുറത്തിറക്കാൻ കഴിയൂ. അമ്മേ ഇപ്പോ വലിയൊരു നാണക്കേടുണ്ടായിട്ടുണ്ട്. അമ്മയുടെ അറസ്റ്റും ഫോട്ടോയൊക്കെ വലിയ വാർത്തയായിട്ട് പത്രത്തിൽ വന്നിട്ടുണ്ട് എന്ന് ആര്യ പറയുമ്പോൾ അത് കേട്ട് ആകെ ഷോക്കാവുന്നുണ്ട് ചന്ദ്ര. ആരാണ് പത്രത്തിൽ വാർത്ത കൊടുത്തത്?
അച്ഛൻ തന്നെയാണോടി എനിക്ക് പാര വെച്ചതെന്ന് ചന്ദ്ര ചോദിക്കുകയാണ്. ആര്യ ഇപ്പൊ പറയുന്നുണ്ട് ആ ജെക്കെയാണെന്നാണ് അച്ഛൻ പറഞ്ഞത് എന്ന് ആര്യ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഇപ്പൊ മനസ്സിലായി ആ വാർത്തയുടെ ഉറവിടം എവിടെന്നാണെന്ന്. തിറങ്ങിയാൽ ഇനി ഞാൻ എങ്ങനെ തല ഉയർത്തി ആൾക്കാരുടെ മുഖത്ത് നോക്കും. ആ വശത്തു നിന്നും ഇപ്പോ ശത്രുക്കൾ എന്നെ നാണം കെടുത്തിയിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ വീട്ടിലെ പോലെ ഉണ്ണാനും ഉറങ്ങാനൊന്നും കഴിയില്ലല്ലോ മോളെ. രാത്രിയിൽ കൊതുകടി കൊണ്ട് എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല. ഈ കസ്റ്റഡിയിലിരിക്കുന്നത് വളരെ കഷ്ടപ്പാടാണ് മോളെ എന്ന് ചന്ദ്ര അങ്ങനെ പറയുമ്പോൾ ആര്യ പറയുന്നുണ്ട് അമ്മയ്ക്ക് ആവശ്യമായ ഡ്രസ്സും മേക്കപ്പ് ബോക്സും ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെ ഞാൻ അമ്മയ്ക്ക് തരുമെന്ന് ആര്യ അങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് വനിതാ പോലീസ് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട് മോളെ അത് എൻ്റെ അടുത്ത് തന്നോളൂ, ഞാൻ അമ്മയ്ക്ക് കൊടുത്തോളാം എന്ന് പറയാണ്. ആര്യ അതെല്ലാം ആ വനിതാ പോലീസിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അമ്മയെ കണ്ടു കഴിഞ്ഞില്ലേ, ഇനി മോൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, മോള് പുറത്തേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ് ആര്യയെ ആ വനിതാ പോലീസ് അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ്. ഈ ചന്ദ്രയോട് അമ്മയെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോകുന്നുണ്ട്. അതിനുശേഷം വനിതാ പോലീസ് ഒക്കപ്പ് തുറന്ന് ആ കവറെല്ലാം ചന്ദ്രയുടെ കയ്യിൽ കൊടുക്കുകയാണ്. നിങ്ങൾ കുളിച്ച് ഡ്രസ്സ് മാറിക്കോ, ഇന്ന് നിങ്ങളെ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് തെളിവെടുപ്പോ, എവിടെ, എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ വനിതാ പോലീസ് പറയുന്നുണ്ട് എവിടേക്കാ കൊണ്ടുപോകുന്നതെന്ന് അച്ചു സാറിന് മാത്രമേ അറിയൂ, നിങ്ങൾ വേഗം തന്നെ പോയി കുളിച്ചിട്ട് വായോ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഞാനിപ്പോ കുളിക്കുന്ന സമയമൊന്നല്ല, കുറച്ച് കഴിഞ്ഞിട്ട് കുളിച്ചോളാം എന്ന് പറയാണ്. വനിതാ പോലീസ് അപ്പോൾ ചന്ദ്രയോട് ദേഷ്യപ്പെടുകയാണ്. നിന്റെ സമയം നോക്കിയിട്ടല്ല ഇവിടെ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത്, പോയി കുളിച്ചിട്ട് വാടി എന്ന് പറയാണ്. ചന്ദ്ര അങ്ങനെ കുളിക്കാനായി പോവുകയാണ്. അച്ചു അങ്ങനെ റെഡിയായി പോലീസ് സ്റ്റേഷനിലേക്ക് പോവാൻ സമയത്ത് രുക്കു വീണ്ടും വന്ന് ആ പത്രം എടുത്ത് അച്ചുവിന്റെ കയ്യിൽ കൊടുത്ത് ഈ വാർത്തയെക്കുറിച്ച് നിനക്ക് എന്താണ് പറയാനുള്ളത് എന്നങ്ങനെ ചോദിക്കുകയാണ്. അച്ചു അപ്പൊ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് ഞാൻ എന്ത് അഭിപ്രായം പറയാനാണ്, ഇതെല്ലാം വാർത്ത വരുന്നത് സ്വാഭാവികമല്ലേ എന്ന് പറയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട് നിനക്ക് ഇതിനെക്കുറിച്ച് ഒരു അഭിപ്രായമില്ലെങ്കിലും എനിക്ക് അഭിപ്രായമുണ്ട്. ഈ വാർത്ത പത്രത്തിൽ കൊടുപ്പിച്ചത് ആരാണെന്ന് നിനക്കറിയോ? എനിക്കറിയാം, ഇത് ചെയ്തത് ജെകെ ആണെന്ന് രുക്കു അങ്ങനെ പറയാണ്. അയാളാണ് പത്രാധിപനെ ഫോഴ്സ് ചെയ്ത് ഈ വാർത്ത കൊടുത്തതെന്ന് രുക്കു അങ്ങനെ പറയുമ്പോൾ അച്ചു ചോദിക്കുന്നുണ്ട് അയാൾക്ക് ഈ വാർത്ത കൊടുക്കാൻ എന്താണ് ഇത്ര താല്പര്യം, അയാൾ എന്തിനാണ് ഇതിൽ ഇടപെട്ടത്, എന്നോട് ഇതാരാണ് പറഞ്ഞതെന്ന് അച്ചു അങ്ങനെ ചോദിക്കുകയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട് ഏട്ടനാണ് എന്നെ വിളിച്ചത് പറഞ്ഞത്, ഏട്ടൻ വിളിച്ച് അന്വേഷിച്ചിരുന്നു, അപ്പൊ കിട്ടിയതാണിത്. വിരോധമുള്ളവർ അയാളെ സ്വാധീനിച്ച് ഈ പത്രവാർത്ത കൊടുത്തതായിരിക്കും. ജെക്കെയാണ് ഇതിന് പിന്നിലെങ്കിൽ അയാളെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് വേറെ ആരുമല്ല, നിന്റെ ചേച്ചിയാണ് അർച്ചനേച്ചി എന്ന് രുക്കു അങ്ങനെ വെട്ടിത്തുറന്ന് പറയാണ്. ഇത് കേട്ട് അച്ചുവിന് ദേഷ്യം വരികയാണ്. അച്ചു എന്നിട്ട് രുക്കുവിനോട് പറയുന്നുണ്ട് എടി നീ എന്താ ഇപ്പൊ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ്. രുക്കു അപ്പൊ പറയുന്നുണ്ട് നടന്ന സംഭവങ്ങളെല്ലാം നിന്റെ ചേച്ചിയാണ് ജെക്കെയോട് പറഞ്ഞു കൊടുത്തത്, അയാളും നിന്റെ ചേച്ചിയും തമ്മിലുള്ള ബന്ധം മറ്റാരും പറയാതെ തന്നെ നിനക്ക് മനസ്സിലാവുമല്ലോ. ഈ വിഷയം അങ്ങനെ വിടാനായി പറ്റില്ല, ജെക്കെയും നിന്റെ ചേച്ചിയും കൂടി നിന്റെ ചേച്ചിയും എന്റെ ഏട്ടനെയും കുടുംബത്തെയുമാണ് അപകീർത്തിപ്പെടുത്തിയിരിക്കുന്നത്. ചേച്ചിയെ പറ്റി ജെക്കെയുടെ ഭാര്യ പറഞ്ഞു നടക്കുന്നതെല്ലാം സത്യമാണെന്ന് ഇപ്പൊ തെളിഞ്ഞില്ലേ എന്നങ്ങനെ രുക്കു പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട് മതി നിർത്ത്, എനിക്കിതൊന്നും കേൾക്കാൻ താല്പര്യമില്ലെന്ന് പറയുമ്പോൾ രുക്കു ചോദിക്കുന്നുണ്ട് എന്താ അച്ചു സത്യം പറയുമ്പോൾ നിനക്കെന്താ ഡൈജസ്റ്റ് ആവുന്നില്ലേ, നിന്റെ ചേച്ചിയും അയാളും തമ്മിൽ രഹസ്യബന്ധമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞു എന്നങ്ങനെ രുക്കു അച്ചുവിനോട് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇവരുടെ വഴക്ക് കേട്ട് അർച്ചന വരുന്നുണ്ട്. രുക്കു വീണ്ടും പറയുന്നുണ്ട് നിനക്ക് ഇനിയും നേരം വെളുക്കാത്തത് എന്റെ കുറ്റമല്ല എന്ന് പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട് ചീ നിർത്തടി എന്നും പറഞ്ഞുകൊണ്ട് രുക്കുവിന്റെ കരണത്തടിക്കുകയാണ്. രുക്കു ആണെങ്കിൽ ആകെ ഞെട്ടിത്തരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. എന്റെ ചേച്ചിയെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയാൽ നിന്നെ ഞാൻ അടിച്ചു പുറത്താക്കി കളയും അങ്ങനെ അച്ചു പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട് എന്നാ പിന്നെ നീ എന്നെ പുറത്താക്കടാ, നാണക്കേട് സഹിക്കാവുന്നതിൽ നല്ലത് എവിടെയെങ്കിലും പോയി ചാവുന്നതാണെന്ന് പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട് എന്നാ പോയി ചാവടി, കത്ത് തൊലയി എന്ന് പറയാണ്. അർച്ചന അപ്പൊ മനസ്സിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ചന്ദ്രയുടെ അറസ്റ്റിന്റെ പേരിലാണോ ഇവര് ഈ വഴക്ക് എന്നങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇവരുടെ അടുത്തേക്ക് വരികയാണ്. അച്ചു ഷൗട്ട് ചെയ്യുന്നത് കണ്ട് അച്ചു പറയുന്നുണ്ട് ഡാ എന്താടാ ഇത്, എന്താ ഇവിടെ പ്രശ്നം, രുക്കു നിങ്ങൾ തമ്മിൽ എന്തിനാണ് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്, ചന്ദ്രകാന്തത്തിൽ നടന്ന കാര്യങ്ങൾ നമ്മൾ ഇവിടെ സംസാരിക്കണോ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നോക്കിയാൽ പോരെ, ആ പ്രശ്നത്തിൽ നിങ്ങൾ ഇടപെട്ടാൽ നിങ്ങളുടെ ജീവിതം എവിടെയും എത്താൻ പോകുന്നില്ല എന്ന് അർച്ചന പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട് ചേച്ചി നിർത്ത്, ഈ കേട്ടതെല്ലാം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ചേച്ചിക്ക് ഇനിയും മനസ്സിലാവാത്ത ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് അച്ചു ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. അച്ഛനാണെങ്കിൽ വളരെ എളിമയോടെ രുക്കുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് രുക്കു എന്താണ് ഇവിടെ പ്രശ്നം, മനസ്സിലാക്കാൻ പറ്റാത്ത എന്ത് പ്രശ്നമാണ് ഇവിടെയുള്ളതെന്ന് അച്ഛൻ അങ്ങനെ ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട് എനിക്കറിയില്ല, അവനോട് തന്നെ ചോദിക്ക്, അവൻ തന്നെയാണ് അത് പറയേണ്ടതെന്ന് പറഞ്ഞ് രുക്കു അങ്ങനെ റൂമിലേക്ക് പോവുകയാണ്. അച്ഛനെയാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അതിനുശേഷം രുക്കു ആണെങ്കിൽ ഒറ്റയ്ക്ക് എനിക്കും തന്റെ കുടുംബത്തിനുണ്ടായ അപമാനം ഓർത്ത് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മഞ്ജു വരുന്നത്. ഞാൻ എത്ര നേരമായിട്ട് ആലോചിക്കുക എന്നറിയോ, എനിക്കിനിയും ആളെ പിടികിട്ടിയിട്ടില്ല, ആരായിരിക്കും ചന്ദ്രേച്ചിക്കെതിരെ ആ അറസ്റ്റ് വാർത്ത പത്രത്തിൽ
പത്രത്തിൽ കൊടുത്തത് എന്നങ്ങനെ മഞ്ജു ചോദിക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, ആ പത്രവാർത്ത കൊടുത്ത ആളെ കുറിച്ച് ഇനി ചേച്ചി തല പുകയ്ക്കണ്ട, ആളിനെ എന്റെ ഏട്ടൻ കണ്ടെത്തിയിട്ടുണ്ടെന്ന് രുക്കു അങ്ങനെ പറയുമ്പോൾ മഞ്ജു ചോദിക്കുന്നുണ്ട്, ഏതവനാണ് ആ വാർത്ത കൊടുത്തത് എന്ന് മഞ്ജു ചോദിക്കുമ്പോൾ രുക്കു പതിയെ മഞ്ജുവിനോട് പറയുന്നുണ്ട്, ചേച്ചി ആ പത്രവാർത്ത കൊടുത്തത് JK ആണെന്ന്. ഇത് കേട്ട് മഞ്ജു അങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.